ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് എവർക്കും സ്വാഗതം. ദാനിയേലിൻ്റെ പുസ്തകം 13-ാം അധ്യായം, അതിൻ്റെ 60-ാം വാക്യം. ജനസമൂഹമെല്ലാം രഹസ്യങ്ങൾ വെളിച്ചത്താക്കുന്നവനും നിരപരാധിക്ക് അവൻ്റെ നിരപരാധിത്വത്തിനൊത്തതുപോലെ നൽകുന്നവനും അധർമ്മിക്ക് പ്രതികാരം ചെയ്ത് അവൻ്റെ മാർഗത്തെ അവൻ്റെ ശിരസിൽ തന്നെ വരുത്തുന്നതിനുമായ ദൈവത്തിന് സ്തുതിശബ്ദം ഉയർത്തി. സുറിയാനി പിശിത്തോ ബൈബിളിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. ഇതര കാനോനിക ഗ്രന്ഥമായി കൂട്ടിച്ചേർത്തിട്ടുള്ള സാധാരണ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിൽ ദാനിയേൽ പുസ്തകം 12-ാം അധ്യായം വരെയുള്ളൂ. എന്നാൽ ഇതര കാനോനിക ഗ്രന്ഥങ്ങളുമായി കൂട്ടിച്ചേർക്കുമ്പോൾ സുറിയാനി പിശിത്തോ ബൈബിളിൽ 2 അധ്യായം കൂടി 13-ഉം 14-ഉം അധ്യായങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പം ഈ POC ബൈബിളിൽ, കത്തോലിക്ക സഭയുടെ ബൈബിളിൽ അത് കണ്ടിന്യൂസ് ആണ്. എന്നാൽ പിശിത്തോ ബൈബിളിൽ, സുറിയാനി പിശിത്തോ ബൈബിളിൽ അത് പ്രത്യേകം ഒരു അധ്യായമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പുസ്തകമായിട്ടാണ്, ദാനിയേൽ പരിശിഷ്ടം എന്ന ഒരു പുസ്തകമായിട്ടാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അതിലെ ദാനിയേലിൻ്റെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 60-ാം വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ ബാബിലോണിൽ ജീവിച്ചിരുന്ന യുവാക്കീം എന്നൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അതീവ സുന്ദരിയായിരുന്ന ഒരു യുവതി, ശൂഷാൻ എന്നാണ് പേര്. കത്തോലിക്ക സഭയുടെ POC ബൈബിളിൽ സൂസന്ന എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ പിശിത്തോ ബൈബിളിൽ യുവാക്കീമിൻ്റെ ഭാര്യ ശൂഷാൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവർ അതീവ സുന്ദരിയായിരുന്നു. ഇവരിങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ, നല്ല ദാമ്പത്യത്തിൽ ജീവിക്കുമ്പോൾ, അക്കാലത്താണ് 2 ന്യായാധിപന്മാരവിടെ വരികയാണ്, നിയമിതനാവുകയാണ് ആ ബാബിലോണിൽ. അവർ കശീശന്മാരുമാണ്, അത് പുരോഹിതന്മാരുമാണ്, അധികാരികളാണ്, ആ ബാബിലോണിൻ്റെ മൊത്തം അധികാരികളാണ്. അങ്ങനെ പുതിയതായി നിയമിതമായി വന്ന ഇവരെക്കുറിച്ച് പ്രവചനം പറഞ്ഞിരിക്കുന്നത് ബാബേലിൽ നിന്ന് അധർമ്മികൾ, അധർമ്മം വരുമെന്നാണ് പറയുന്നത്. ഇവർ നിമിത്തം, 2 പുരോഹിതന്മാർ നിമിത്തം, ഈ അധികാരികൾ നിമിത്തം വരുമെന്നാണ് അവിടെ പ്രവചനം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ മിക്കപ്പോഴും ഈ യുവാക്കിമിൻ്റെ വീട്ടിൽ വരുന്നവരാണ് ഈ 2 ന്യായാധിപന്മാരും. ഇടയ്ക്കിടയ്ക്ക് ഇവരെ കാണാറുണ്ട്, അല്ലെങ്കിൽ ആരാധനയ്ക്ക് വരുമ്പോൾ കാണാറ്. അങ്ങനെ കണ്ട് ആണ് ഈ യുവതിയെ. അപ്പോൾ ഇവർ അതീവ സുന്ദരിയൊക്കെ ആയതുകൊണ്ട് തെറ്റായ ഒരു മോഹം ഇവരിൽ ജനിക്കുകയാണ് ഈ ന്യായാധിപന്മാർക്ക്. ഇവർ 2 പേരും വളരെ ഈ യുവതിയെ മോഹിക്കുന്നു. പലപ്പോഴായിട്ട് ഇംഗിതം അറിയിച്ചു. അപ്പോഴെല്ലാം ഇവർ ഈ യുവാക്കീം, ഈ ശൂഷാൻ ദൈവത്തിന് എതിരായിട്ട് പ്രവർത്തിക്കാതെ തൻ്റെ ഭർത്താവിൻ്റെ വിശ്വസ്തയോട് ജീവിക്കുമ്പോൾ അവരെല്ലാം അധികാരികളായിട്ടും ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. അങ്ങനെ പലപ്പോഴും ഈ ശല്യമൊക്കെ സഹിച്ച് ഇവർ ദൈവത്തോട്, ദൈവഭക്തിയാണ്, പ്രാർത്ഥിച്ചിങ്ങനെ കഴിയുമ്പോൾ ഒരു ദിവസം മധ്യാഹ്നത്തിൽ, ഉച്ചയ്ക്ക് ഉദ്യാനത്തിൽ അവർ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഇവർ അതുവഴി പോവുകയായിരുന്നു. 2 ന്യായാധിപന്മാർ ഒറ്റയ്ക്കായതുകൊണ്ട് അവർ 2 പേരും അകത്ത് കയറി ഈ ശൂഷാനെ ബലാത്കാരം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവർ ഉച്ചത്തിൽ വിളിച്ചു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ വിളിച്ചു പോകുമ്പം അവർ പറയുന്നുണ്ട്, ഞങ്ങൾ അധികാരികളാണ്, ഞങ്ങൾ ന്യായാധിപന്മാരാണ്, ഞങ്ങൾ പറയുന്നത് എന്തും ഇവിടെ നടക്കും, ഞങ്ങൾ പറയുന്നത് നടക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ അതൊന്നും വകവെക്കാതെ, ദൈവത്തിനെതിരായി ഒന്നും പ്രവർത്തിക്കാതെ, തൻ്റെ ഭർത്താവിന് അല്ലാതെ വേറെ ആർക്കും തെറ്റായി സമർപ്പിക്കാതെ ഇങ്ങനെ ഭക്തൃഭക്തിയായ ദൈവഭക്തിയായ ഈ ശൂഷാൻ ഇങ്ങനെ ഉറക്കം നിലവിളിക്കുകയാണ്. അപ്പോഴേ ഈ 2 ന്യായാധിപന്മാരും പെട്ടെന്ന് പ്ലേറ്റ് മാറ്റുകയാണ്. പെട്ടെന്ന് ഉദ്യാനത്തിന് വെളിയിൽ കിടന്നിട്ട് വാതിലടച്ച് ആൾക്കാരൊക്കെ വരുമ്പോൾ ഇവർ പറയുകയാണ്, ഈ 2 ന്യായാധിപന്മാർ പറയുകയാണ്, അവൾ ഒരു യുവാവുമായിട്ട് ആ വൃക്ഷത്തിൻ്റെ കീഴെ കിടക്കുന്ന ഞങ്ങൾ കണ്ടു. ഞങ്ങൾ പെട്ടെന്ന് അവനെ പിടിക്കാൻ നോക്കിയപ്പോൾ ഞങ്ങളെക്കാട്ടി ശക്തനായിരുന്നു, ഞങ്ങളെ തള്ളിയിട്ടിട്ട് അവൻ ഓടിപ്പോയി എന്ന് പറഞ്ഞ് പ്ലേറ്റ് മാറ്റി. അപ്പോൾ ഇവൾ പറയുന്ന ആരും കേൾക്കുന്നില്ല. കാരണം സമൂഹത്തിൽ സ്വാധീനമുള്ളവരാണ്, അധികാരികളാണ്, പുരോഹിതന്മാരാണ്. അവർ പറയുന്നത് ആൾക്കാർ കേൾക്കുന്നുള്ളൂ. അതുമല്ല 2 സാക്ഷികൾ
അവർ രണ്ടുപേരുമുണ്ട്. ഇങ്ങനെ പറഞ്ഞ് ഇത് ഭർത്താവിൻ്റെ ചെവിയിലെത്തി, യുവാക്കിൻ്റെ ചെവിയിലെത്തി. ഈ ജനമെല്ലാം ഇവളെ കുറ്റം ആരോപിച്ച് ഇവളെ കല്ലെറിയാനായിട്ട് കൊണ്ടു നിർത്തിയിരിക്കുകയാണ്. കല്ലെറിയുമ്പോൾ ഇവൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുക, ഇത് എൻ്റെ ദൈവമേ, ഞാൻ നിരപരാധിയാണ്. അവരുടെ അഭീഷ്ടത്തിന്, അവരുടെ ഇഷ്ടത്തിന് ഞാൻ നിൽക്കാതെ വന്നപ്പോൾ, അവരുടെ അഭീഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കാതെ വന്നപ്പോഴാണല്ലോ ഇങ്ങനെ ഒന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ 12 വയസ്സുള്ള ബാലനായ ദാനിയേൽ എഴുന്നേറ്റ് പറയുകയാണ്, ഇവള് നിരപരാധിയാണ്, ഈ ന്യായാധിപന്മാരാണ് കുറ്റക്കാർ. അപ്പോൾ ഇത് പെട്ടെന്ന് അവരെ ഞെട്ടിച്ചു. അവരെ ഉടനെ തന്നെ പറയുകയാണ്, നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് എങ്ങനെ സ്ഥിരീകരിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ, ഞാൻ സ്ഥിരീകരിക്കാമെന്ന് പറയുന്നത് ജനസമൂഹത്തോട് പറയുകയാണ്, ഇവരെ ഒറ്റയ്ക്കൊറ്റ സംസാരിക്കണം ഈ ന്യായാധിപന്മാരോട്. അങ്ങനെ അവർ നിർബന്ധിതരാകണം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആദ്യം ഒരാളെ വിളിച്ചു ചോദിച്ചു, ഓക്കെ, നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ, അവൾ തെറ്റാണ്, നിങ്ങളാണ് ശരിയെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് സംസാരിക്കുന്നത്. മറ്റേ 2 ന്യായാധിപന്മാരെ സെപ്പറേറ്റ് ആക്കി. എന്നിട്ട് ഒരാളോട് ചോദിക്കുകയാണ്, ഏത് വൃക്ഷത്തിൻ്റെ കീഴിൽ കിടന്ന് അവർ അങ്ങനെ കിടക്കുമ്പോഴാണ് നിങ്ങൾ കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അയാൾ ബബ്ബ അടിച്ചു. എന്നിട്ട് പറയുകയാണ്, ലവംഗ വൃക്ഷത്തിൻ്റെ, പസ്തക്കോ എന്നൊരു വൃക്ഷത്തിൻ്റെ, ലവംഗ വൃക്ഷത്തിൻ്റെ കീഴിൽ കിടന്നാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ അത് കേട്ടു, ജനസമൂഹം എല്ലാം കേട്ടു. രണ്ടാമത് മറ്റേയാളെ കൊണ്ടുവന്നു. അദ്ദേഹത്തും തമ്മിൽ കാണുന്നില്ല. ആ സമയത്ത് കൊണ്ട് നിർത്തിച്ച് മറ്റേ ആ ന്യായാധിപനോട് ചോദിച്ചു, ഏത് വൃക്ഷത്തിൻ്റെ കീഴിൽ കിടക്കുമ്പോഴാണ് നിങ്ങൾ ഈ ശൂശാനെയും ആ യുവാവിനെയും കണ്ടത്? പറയുകയാണ്, കരുവേലകത്തിൻ്റെ വൃക്ഷത്തിൻ്റെ കീഴിൽ കിടക്കുമ്പോഴാണെന്ന് പറഞ്ഞു. അവിടെ തന്നെ കള്ളം പൊളിഞ്ഞു. 2 വ്യത്യസ്തമായ അറിവ് കിട്ടി. ജനങ്ങൾക്ക് മനസ്സിലായി ഇത് ദൈവഹിതത്താൽ സംഭവിച്ചു എന്ന് പറഞ്ഞ്, എന്നിട്ട് ഈ ശൂശാനെ കൊല്ലുന്നവരും അവരെ എല്ലാവരും കൊല്ലുകയാണ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, നിരപരാധിക്ക് അവൻ്റെ നിരപരാധിത്വത്തിന് തക്കപോലെ നൽകുന്നവനും അധർമ്മിയോട് പ്രതികാരം ചെയ്ത് അവൻ്റെ മാർഗത്തെ അവൻ്റെ ശിരസിൽ തന്നെ വരുത്തനുമായ ദൈവമേ എന്ന് പറഞ്ഞ് ജനസമൂഹമെല്ലാം കല്ലെറിഞ്ഞു. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഇതൊരു സത്യാനന്തര കാലമാണ്. അസത്യം സത്യത്തിൻ്റെ ഉടുപ്പിട്ടുകൊണ്ട് നടക്കുന്ന ഒരു കാലമാണ്. അസത്യം പറയുന്നതെല്ലാം സത്യമെന്ന് തോന്നുന്നൊരു കാലത്താണ് ജീവിക്കുന്നത്. അങ്ങനെ ആ കാലം ജീവിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നതെല്ലാം സത്യമാണെന്ന് വിചാരിക്കരുത്. നമ്മൾ ഭൂരിപക്ഷത്തിനോട് കൂടി നിന്ന് ഏതെങ്കിലും നിരപരാധിയെ കുറ്റക്കാരനെന്നോ ആ കുറ്റക്കാരിയെന്നോ വിളിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ആരാധനയിലാവാം, നമ്മുടെ സമൂഹത്തിലാകാം, ഏതെങ്കിലും നല്ലതുപോലെ അല്പം സൗന്ദര്യമുള്ളവളാകാം, സൗന്ദര്യമുള്ളവനാകാം, ഏതെങ്കിലും കഴിവുണ്ടായിരിക്കാം. നമ്മുടെ ഇടവകയിലൊക്കെ നല്ല പാട്ട് പാടുന്നവരും അല്ലെങ്കിൽ നല്ല കഴിവുള്ളവരും ആധ്യാത്മിക സംഘങ്ങളിൽ പ്രവർത്തിച്ച് മറ്റുള്ളവർക്ക് അസൂയ ജനിപ്പിക്കുമ്പോൾ അവരെ വീഴ്ത്തുവാനായി, അവരെ താഴ്ത്തുവാനായി ആരെങ്കിലും ഇതുപോലെ അധികാരസ്ഥാനത്തിരിക്കുന്നവരോ പള്ളിയിൽ പ്രാമുഖ്യമുള്ളവരോ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ഒരുപക്ഷെ അവരെ വിശ്വസിച്ചു പോകും. അവൾ അങ്ങനെയുള്ളവളാണ്, അവരങ്ങനെയുള്ളവരാണെന്ന് വിചാരിക്കുമ്പോൾ ഇത് നമ്മൾ ഓർക്കണം, ഇതൊരു സത്യാനന്തര കാലമാണ്. ഈ സത്യാനന്തര കാലം ജീവിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നതെല്ലാം കണ്ണുമടച്ച് ഇങ്ങനെ വിശ്വസിക്കരുത്. ആ ഒരു തിരിച്ചറിവുണ്ടാകണം, സത്യം ഏതാണ്, അസത്യം ഏതാണ്. ഏത് അസത്യവും അവിശ്വസനീയവും നമുക്ക് വിശ്വസിക്കുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു തിരിച്ചറിവ്, ദൈവീയമായ ഒരു അനുഭവം, ഒരു ജ്ഞാനം ഉണ്ടാകണം. ഏതാണ് സത്യം, ഏതാണ് അസത്യം, ഏതാണ് നീതി, ഏതാണ് അനീതി എന്നുള്ള ബോധ്യമുണ്ടാകണം. ആ ബോധ്യത്തോട് ജീവിക്കുവാൻ, തിരിച്ചറിവിൻ്റെ ബോധ്യത്തോട് ജീവിക്കുവാൻ, എല്ലാവരെയും കണ്ണുമടച്ച് അങ്ങ് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ എല്ലാം കേൾക്കുന്ന കണ്ണുമടച്ച് വിശ്വസിക്കുകയോ ചെയ്യാതെ ഏതാണ് ദൈവഹിതമെന്നറിഞ്ഞ് ഏതാണ് സത്യമസത്യം എന്നറിയുവാനുള്ള തിരിച്ചറിവ് കിട്ടുവാൻ വേണ്ടി ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, സത്യാനന്തരകാലത്ത് പ്രത്യേകിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷ്മത്തോടെ ശ്രദ്ധയോടെ ജീവിക്കാൻ കഴിയട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.